അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് അല്ലേ? ഒന്നിലേക്ക് നിത്യം സ്ഥിരമായിട്ടുള്ളൊരു ജോലി ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഉള്ള ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നുണ്ടാവില്ല, ശമ്പളം കൂട്ടി കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പറഞ്ഞ ശമ്പളം തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല, ഇല്ലെങ്കിൽ ജോലിയേ ഉണ്ടാവില്ല, വർഷങ്ങളായിട്ട് ജോലിയില്ലാതെ നടക്കുന്ന ആളുകളായിരിക്കാം. ഇൻഷാ അല്ലാ ഇന്നത്തെ അമല് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അമലാണ് ഇൻഷാ അല്ലാ. അപ്പോൾ ജോലിയില്ലാത്ത ആളുകളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന അമലൊന്ന് ചെയ്തു നോക്കും. നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസികളിലോ സുഹൃത്തുക്കളിലോ ആരെങ്കിലും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ അമൽ എന്ത് ചെയ്യുക, ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജോലി തടസ്സം നീക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. ഇൻഷാ അല്ലാ അതിന് നമുക്ക് വേണ്ടത് ഒരു പേന, കറുപ്പ് മഷി ഒരു പേന വേണം, നല്ല ഒരു പേപ്പറിൻ്റെ കഷ്ണം വേണം. ഇൻഷാ അല്ലാ ഇതിൽ നമുക്ക് എഴുതാനുള്ളത് ആദ്യം നമുക്ക് 786 എന്ന് എഴുതണം. ഇങ്ങനെ എഴുതണം. ശേഷം ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. നിസ്കാരമില്ലാത്തവരാണെങ്കിൽ നിസ്കാരം തുടങ്ങുക. പിന്നെ നിസ്കാരമുള്ളവരാണെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം ഖിബിലക്ക് മുന്നിട്ടിരുന്ന് കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലി നല്ല ഒരു ദുആ ഒക്കെ ചെയ്തിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. ഓക്കെ, ഇൻഷാ അല്ലാ ആദ്യം ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെ 786 എഴുതുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഈ പറയുന്നത് നല്ല വൃത്തിയിൽ എഴുതണം. എന്താണ് എഴുതേണ്ടത്? യാ ഫത്താഹു യാ റസാഖു യാ വഹാബു യാ ഗനിയു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഹുൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഈ വചനങ്ങൾ എഴുതുക. യാ ഫത്താഹു യാ റസാഖു യാ വഹാബു യാ ഗനിയു. ഇതെഴുതുക. നേരെ ഇങ്ങനെ കറക്റ്റ് എഴുതിയാൽ മതി. ആദ്യം 786 എഴുതി, അതിനടിയിൽ ഞാൻ ഈ പറഞ്ഞത് എഴുതുക. അതിനടിയിൽ നിങ്ങൾ എന്ത് എഴുതണം? നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് വേണം ഇത് എഴുതാൻ കേട്ടോ. അതിനടിയിൽ നിങ്ങൾ എന്ത് എഴുതണം? സൂറത്തുൽ ഫത്ഹിലെ ആയത്തുണ്ട്, ഇന്നാ ഫതഹ്ന ലക ഫതഹം മുബീന. ഇന്നാ ഫതഹ്ന ലക ഫതഹം മുബീന എന്നുള്ള ഈ ഒരു ആയത്ത് എന്ത് എഴുതണം? നിങ്ങളങ്ങനെ എഴുതണം. ഒറ്റ അക്ഷരത്തിലാണ് എഴുതേണ്ടത്. ഒറ്റ അക്ഷരത്തിലാണ് നിങ്ങൾ ഇത് എഴുതേണ്ടത് ഇൻഷാ അല്ലാ. അതിനടിയിൽ ഇപ്പോൾ ആദ്യം നമ്മൾ 786 എഴുതി, അതിനടിയിൽ ഞാൻ പറയുന്ന അസ്മാഉൽ ഹുസ്നയിലെ വേർഡ് എഴുതി, അതിനടിയിൽ ഈ ആയത്ത് എഴുതുക, സൂറത്തുൽ ഫത്ഹിലെ ആയത്ത്. ഇനി എഴുതേണ്ടത് സൂറത്തു ത്വലാഖ് എന്ന് പറയുന്ന സൂറത്തിലെ ആയത്താണ് എഴുതാനുള്ളത് കേട്ടോ. ശ്രദ്ധിച്ച് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതണം. ഖുർആനാണ്, തെറ്റാൻ പാടില്ല. വമൻ യത്തഖില്ലാഹ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഈ ആയത്ത് അതിനടിയിൽ എഴുതുക. ഞാനിവിടെ എഴുതുന്നുണ്ട്, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എഴുതുന്ന സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് പകരം 786 എഴുതി. യാ ഫത്താഹു യാ റസാഖു യാ വഹാബു യാ ഗനിയു എഴുതി. അതിനടിയിൽ ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന് എഴുതി. അതിനടിയിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ സൂറത്തു ത്വലാഖിലെ ആയത്ത് എഴുതി. അതിനടിയിൽ എന്തെഴുതണം? റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മത്തൻ
وأيه لنا من أمرنا رشدا. നമുക്ക് ദുആ ചെയ്യാറുണ്ട്, ربنا آتنا من لدنك رحمة وأيه لنا من أمرنا رشدا. ഈ ആയത്ത് എഴുതി കൊടുക്കുക. ഇത്രയും എഴുതിയതിന് ശേഷം ഇത് പേപ്പറിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഇത് നല്ല വൃത്തിയിൽ മടക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇത് മടക്കിയിട്ട് ആർക്കാണോ ജോലി ഇല്ലാത്തത് ആ വ്യക്തി എന്ത് ചെയ്യുക, പോക്കറ്റിലോ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന റൂമിൽ അലമാരയുടെ ഉള്ളിലോ വെക്കുക. ഏറ്റവും നല്ലത് നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിക്കുന്നതാണ്. ഏറ്റവും നല്ലത് പോക്കറ്റിൽ സൂക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് എഴുതി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ദിവസവും ഇത് കയ്യിലെടുത്തിട്ട് യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ളത് 489 തവണ ചൊല്ലുക. യാ ഫത്താഹു യാ അള്ളാഹ് എന്ന് 489 തവണ ചൊല്ലുക. ഇൻഷാ അള്ളാഹ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചൊല്ലിയ ദിക്റിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി ശരിയാക്കി തരും ഇൻഷാ അള്ളാഹ്. ജോലി ഇതൊക്കെ എഴുതി വെച്ചിട്ട് ജോലി ശരിയാവുന്നത് അടങ്ങിയിരിക്കരുത്. അതിന് വേണ്ട പരിശ്രമം മൻജദ്ദ വജദ, പരിശ്രമിക്കുകയും കൂടി വേണം ഇൻഷാ അള്ളാഹ്. നേരിട്ട് കാണാൻ ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഇൻഷാ അള്ളാഹ് അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബുധനും വ്യാഴവും ഉപയോഗപ്പെടുത്താം. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇവിടെ ഉണ്ടാകും. ഇൻഷാ അള്ളാഹ് നേരിട്ട് വരുന്നവർക്ക് അന്ന് വരാം ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഏതായിരുന്നാലും ഈ അമലൊന്ന് ഉപയോഗപ്പെടുത്തിക്കോളൂ. മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.